നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്കറിയാം എന്ത് വേണമെന്ന്. ഞാൻ തന്നെ ഈ ഗേറ്റിനകത്തേക്ക് പോവും, എന്നിട്ട് തീർക്കും. ഓരോന്നിനെയായി ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. അക്ക, എനിക്ക് ഒരു അവസരം കൂടെ തരണം. ഇനി നിനക്കൊരു ഒറ്റ അവസരമേ ഉള്ളൂ, ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാനുള്ള അവസരം. അക്ക, ജീവൻ വേണമെങ്കിൽ സ്ഥലം വിട്ടോ. ഇനി നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുപോരുത്. പോടാ. അക്ക, ഞാൻ തന്നെ പോവാം. വേണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അവളെ കൊല്ലുന്നത് എന്റെ ഈ കൈ കൊണ്ടായിരിക്കും. അവളെ മാത്രമല്ല, ആ വീട്ടിലെ ഓരോരുത്തരെയും ഞാൻ ഇല്ലാതാക്കി കളയും. എങ്കിലേ എന്റെ രാജുവേട്ടന്റെ ആത്മാവിന് സന്തോഷം കിട്ടൂ. അങ്ങനെ ദർശനയുടെ നല്ല കാലം കഴിഞ്ഞു. ദർശനയുടെ മാത്രമല്ല, നിങ്ങളുടെ ചേച്ചിയുടെയും നല്ല കാലം കഴിഞ്ഞു. ആ കുത്ത് അല്പം ഒന്ന് മാറിയിരുന്നെങ്കിൽ ഇന്ന് പത്രത്തിൽ വായിച്ച വാർത്ത സത്യമായേനെ. ആ വാർത്തയ്ക്ക് പിന്നിൽ ആരാണെങ്കിലും അവർക്ക് ഞാൻ നന്ദി പറയൂ. തൽക്കാലത്തേക്കാണെങ്കിലും എല്ലാവരുടെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിട്ടുണ്ട്. ചരിഞ്ഞു കിടന്നുറങ്ങിയ നിങ്ങളുടെ ചേച്ചി ഒരല്പം മാറി ഒന്ന് നേരെ കിടന്നിരുന്നെങ്കിൽ നാളെ വെള്ള പുതപ്പിച്ച് ഈ മുറ്റത്ത് നിവർത്തി കിടത്തായിരുന്നു. എന്റെ ചേച്ചിയാ, നീ അങ്ങനൊന്നും പറയല്ലേ. വെറുതെ വെള്ള പുതപ്പിച്ച് കിടത്തിയ മാത്രം പോരാ, നല്ല ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് മരിച്ചു കിടക്കുന്ന ചേച്ചിയുടെ ശരീരം മുഴുവനും മൂടണം. എന്തു ഭംഗിയായിരിക്കും ആ കാഴ്ച കാണാൻ. എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടാവുമോ? അതിനുവേണ്ടി ഞാൻ ഒരുപാട് നേർച്ചയും വഴിപാടും ഒക്കെ കഴിക്കുന്നുണ്ട്. ദൈവം എന്നെങ്കിലും എന്റെ ആഗ്രഹം സാധിച്ചു തന്നാ മതിയായിരുന്നു. ഇനി നമ്മൾ കുറെ കൂടി സൂക്ഷിക്കണം. ദർശനയ്ക്ക് പിഴവ് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കണം. ഓരോ തവണയും ദർശനയ്ക്ക് പിഴവ് പറ്റുമ്പോഴും അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ചേച്ചിക്കും ബോധ്യാവും. ഏറ്റവും ഒടുവിലെ തെറ്റുകാരിയായ അവളെ ചേച്ചി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. എന്റെ ദൈവമേ, അങ്ങനൊരു ദിവസം ഞാൻ എത്ര നാള് കൊതിച്ചിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം അങ്ങനൊരു കാഴ്ച നീ എനിക്ക് കാണിച്ചു തന്ന പവിയേട്ടനെ കൊണ്ട് ഗുരുവായൂർ ഞാനൊരു ശയന പ്രദർശനം നടത്തിയേക്കാം. നീ നേർച്ച നേർന്നതിന് ഞാൻ എന്തിനാ ശയന പ്രദർശനം നടത്തുന്നത്? പെണ്ണുങ്ങൾക്ക് ശയന പ്രദർശനം ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ. ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ശയന പ്രദർശനം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പവിയേട്ടൻ വന്ന് കിടക്കാൻ നോക്ക്. ഇവള് വെറുതെ പറഞ്ഞതായിരിക്കും. ഗുരുവായൂര് ശയന പ്രദർശനം നടത്താന്നൊക്കെ പറഞ്ഞ അവളുടെ ഒരു ആഗ്രഹം. ഇവളുടെ ഡിവോഴ്സ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എപ്പോഴും ചെയ്തേനെ. താൻ ചായ കൊണ്ടുവരുമെന്ന് ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഇന്നലത്തെ ടെൻഷൻ കാരണേ നല്ലതുപോലെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ല. അല്ല, എന്തുപറ്റി? ടെൻഷൻ മാറിയില്ല ഇതുവരെ? ടെൻഷനല്ല, എന്ത് ചെയ്യണമെന്ന് ആലോചനയില്ല ഞാൻ. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ കേൾക്കോ? എന്ത് കാര്യം? ഇന്ന് മുതലേ താൻ ഒറ്റയ്ക്ക് എവിടെയും പോരുത്.
അത് മാത്രമല്ല, സ്കൂട്ടറിലുള്ള യാത്രയും നിർത്തണം. രൂപേഷേട്ടാ, നമ്മളെ കൊല്ലാൻ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതിന്റെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. മരിക്കാൻ നമുക്ക് വിധിയുണ്ടെങ്കിൽ നമ്മൾ മരിക്കുകയും ചെയ്യും. തന്റെ ആത്മവിശ്വാസമൊക്കെ ചോർന്നു പോകുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇതിന്റെ പിന്നിൽ ആരായാലും ഞാൻ അവരെ കണ്ടെത്താൻ ശ്രമിക്കുക തന്നെ ചെയ്യും. എവിടെ പോയാലും ഞാനും ഒപ്പം ഉണ്ടാവും. തന്നെ ഞാൻ ഒരു അപകടത്തിനും വിട്ടുകൊടുക്കില്ല. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഇനിയുള്ള യാത്രകളെല്ലാം നമ്മൾ ഒരുമിച്ച് മതി. ഞാനില്ലേ കൂടെ? എനിക്ക് ഈ വാക്ക് മതി. ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല രൂപേഷേട്ടാ. ഏത് പ്രതിബന്ധവും തരണം ചെയ്ത് കയറി വരാൻ എനിക്ക് ഈ വാക്ക് മാത്രം മതി. ഇത് നോക്കിയേ. ചായ എവിടെ? ഇത് കാണ്. എന്താ ഇത്? ചായ ചോദിച്ചപ്പോ മൊബൈൽ ഫോണാണ് എടുത്ത് കാണിക്കുന്നേ. ഇതിനകത്ത് ചായ മാത്രമല്ല, ഒരു നല്ല സദ്യ തന്നെ ഉണ്ട്. മൊബൈലിലാണോ ഇപ്പൊ ചായ സദ്യയൊക്കെ തരുന്നത്? നിനക്കെന്താ രാവിലെ ഭ്രാന്തായോ? അതോ നീ എന്നെ കളിയാക്കാൻ ഇറങ്ങിയതാണോ? നിങ്ങളെ കളിയാക്കിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങൾ ജന്മത്ത് നന്നാവത്തില്ല. ദാ കാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? എടി, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേച്ചിയോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന പുന്നാര സഹോദരനല്ലേ? അതെ, നിങ്ങളുടെ അത്ര വിവരവും ബോധമില്ലെങ്കിലും എനിക്ക് ലേശം ബുദ്ധിയുണ്ട്. അതാ അയാളുടെ കള്ളത്തരം എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. എടി, ഇത് മോഷ്ടിച്ചത് തന്നെയാണോ? അതോ നിങ്ങൾക്ക് ഇപ്പോഴും സംശയമാണോ? അതല്ല, ചെക്ക് ഒപ്പിട്ട് വെച്ചിട്ട് എടുത്തോളാൻ ഏട്ടത്തി തന്നെ പറഞ്ഞതാണെങ്കിലോ? ഓ, അങ്ങനെ എടുത്താണെങ്കിലോ? അതിന് കള്ളമര പോലെയാണോ പോകുന്നത്? നേരെ ചെന്ന് മേശ തുറന്ന് ചെക്ക് എടുത്താ പോരെ? ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. നല്ല ഒന്നാന്തരം മോഷണം. ഞാൻ ഇപ്പൊ തന്നെ ഇത് എല്ലാവരെയും കാണിക്കാൻ പോവാ. കള്ളനെ കയ്യോടെ പൊക്കി എല്ലാവരുടെ മുന്നിൽ നിർത്തി കൊടുക്കണം. ഏട്ടത്തി, ഏട്ടത്തി ഓടി വാ. ഏട്ടത്തി ഒന്ന് വേഗം വാ. ഗീതേച്ചി, ഓഹ് എല്ലാരും ഒന്ന് വേഗം വാ. ഞാനൊരു കാര്യം കാണിച്ചു തരാം, ഒന്ന് വേഗം വന്നേ. രഞ്ജിനി, നീ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. എടി, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഏട്ടത്തി, എല്ലാരും ഒന്ന് കാണട്ടെ. എല്ലാരും ഒന്ന് വന്നേ. എന്തിനാ മറച്ചു വെക്കുന്നേ? എല്ലാവരും കാണട്ടെ. ഓരോരുത്തരുടെ തനി സ്വഭാവം എന്താന്ന് എല്ലാവരും അറിയട്ടെ.